ഹായ് ഓൾ. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ കറിയും തോരനൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഈസിയുള്ള ഒരു കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, സൈഡ് ഡിഷായിട്ട് ചോറിൻ്റെ കൂടെ അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഈ തൈര് മുളക് കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഞാനിവിടെ കൊണ്ടാട്ടം മുളക് ഒരു 7 to 10 വരെയാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം കേട്ടോ. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ടാട്ടം മുളക് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതിനൊന്ന് ചതച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് ചെയ്യാം, ഞാനിവിടെ മിക്സിയിലാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ചതച്ചെടുക്കേണ്ടത്, നല്ലപോലെ ഗ്രൈൻഡായി പോകരുത്. ഇനി നമുക്ക് ഈ കറി പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ചതച്ച ഈ കൊണ്ടാട്ടം മുളകിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച് ഉള്ളി ആഡ് ചെയ്യാം. ഞാനൊരു 1/2 കഷ്ണം ഉള്ളി എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലോട്ടേക്ക് ഒരു 1/4 കഷ്ണം തക്കാളി ചോപ്പ് ചെയ്തത്, ഇനി ഒരു പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചി, ഞാൻ ഇതിലോട്ടേക്ക് ചോപ്പ് ചെയ്ത് വെച്ച കറിവേപ്പില കുറച്ച് അധികമായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈര്, ഞാൻ അത്യാവശ്യം പുളിയുള്ള തൈരാണ് എടുത്തത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ വെച്ചാൽ എല്ലായിടത്തും എത്തണം. ഇനി ഇതിലോട്ടേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഓൾറെഡി കൊണ്ടാട്ടം മുളകിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. സിമ്പിളായിട്ടുള്ളൊരു കറി ഇടയില്ലേ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കിടിലൻ ടേസ്റ്റുള്ളൊരു കറിയാണ് ഈ തൈര് മുളക് കൊണ്ടാട്ടം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് പറയണേ. ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.